ഹലോ ഗായ്സ്, സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെയുള്ള സുഡോക്കോ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു A4 പേപ്പർ എടുക്കുകയാണ്. അത് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുള്ള സ്ക്വയർ നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇപ്പോൾ ഈ മടക്കുമ്പം ആ ലൈന് കൃത്യമായിട്ട് അവിടെ വീഴണം കേട്ടോ. അതിന് ശേഷം നേരെ തിരിച്ചും നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു വരകൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഒരൊറ്റ സ്ക്വയറായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള സ്ക്വയർസ് ലെയേഴ്സ് ആയിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാലൻസുള്ള ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. അതിന് ശേഷം നേരെ തിരിച്ചു വെച്ചിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതൊരു തോണി പോലെ ഒരു ഷേപ്പിലേക്കാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലെയാണ് അത് ഫോൾഡ് ചെയ്യേണ്ടത്. വീഡിയോ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ എഡ്ജസൊക്കെ വളരെ കറക്റ്റായിട്ട് ആക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വിങ്സിന് രസം ഉണ്ടാവില്ല. ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുക. രണ്ട് സൈഡും അങ്ങോട്ട് കാണിച്ചെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുക. ഉണ്ടായിരുന്നത് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഫെദർ മാത്രം ഫോൾഡ് ചെയ്യാണ്. അതിന് ശേഷം അടിഭാഗത്ത് നിന്ന് മേലോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഒരു വിങ്സ് പോലെയുള്ള ഭാഗം അവിടെ താഴെ ഉണ്ടാവും. അങ്ങനെ തന്നെ കിട്ടണം. അടുത്തതായിട്ട് നമ്മൾ മേലോട്ട് മടക്കിയ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പാർട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക. അതിന് ശേഷം നമ്മളതൊന്നുകൂടെ ആ ഒരു ഭാഗം മടക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അതിന് ശേഷം അടിയത്തെ ഭാഗം കൂടെ മേലോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ രണ്ട് സാധനവും പിന്നെ അപ്പുറത്തിപ്പുറത്ത് രണ്ട് വിങ്സാണ് കാണുക. ഇന്ന് നമുക്ക് വിങ്സ് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ മടക്കുക. രണ്ട് വിങ്സ് ഇതുപോലെ തന്നെ ചെയ്യുക. അതിന് ശേഷം കൊക്ക് നമുക്ക് മടക്കാം. കൊക്ക് മടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് കൊക്ക് കിട്ടും. കൊക്ക് ചെയ്യുന്ന ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെയുള്ള സാധനത്തെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയുള്ള സുഡോക്ക് ഇവിടെ റെഡിയാണ്.